ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ബോർഡ് എക്സാമിൻ്റെ തിരക്കിലൊക്കെയാണ്. അപ്പോൾ CBSE മക്കളാണെങ്കിൽ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സ്റ്റേറ്റിലെ കുട്ടികളുടെ എക്സാമുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 10th ശേഷം എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ ഉണ്ടാകും. നമുക്കറിയാം 10th ശേഷം നമ്മൾ +1 കടക്കുമ്പോൾ നമുക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ 3 സ്ട്രീമുകൾ ഉണ്ട്. സോ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാവും. സോ അത് എങ്ങനെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ശേഷം ആഫ്റ്റർ +2 ഏത് കരിയർ നമ്മൾ ചൂസ് ചെയ്യും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് +1 നമ്മൾ ഏത് ഓപ്റ്റ് ചെയ്യണമെന്ന് നമ്മളിപ്പോഴും തീരുമാനിക്കുന്നത്. ഇപ്പം ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സയൻസ് സ്ട്രീം തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സയൻസ് സ്ട്രീം ചൂസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ലക്ഷ്യം ഈ 2 കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേറെയുണ്ട്. എന്നാലും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കരുതുന്ന 2 കാര്യങ്ങളാണ് നീറ്റ് എഴുതി MBBS പഠിക്കുക എന്നുള്ളതും ദെൻ JEE മെയിൻ എഴുതി JEE അഡ്വാൻസറും ക്രാക്ക് ചെയ്ത് IIT പോലെയുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളതും. അപ്പോൾ ഈ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നമ്മളുടെ പ്രിപ്പറേഷൻ നമുക്ക് +1 തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ +1 എക്സാമിനോടൊപ്പം തന്നെ എൻട്രൻസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ കയ്യിൽ വഴിയുണ്ട്. അതിന് വേണ്ടിയുള്ളൊരു ബാച്ചാണ് നമ്മുടെ +1 കിങ്സ് 11 ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിന് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ +2 ശേഷം ഫസ്റ്റ് ചാൻസ് തന്നെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാനുള്ള അവസരവും കൂടിയാണ് ഈ കിങ്സ് 11 ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിങ്സ് 11 ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻട്രൻസ് ആയിട്ടുള്ള കോഴ്സ് മാത്രമല്ല, നമ്മളുടെ ട്യൂഷൻ പ്രോഗ്രാമിലേക്കുള്ള അഗ്നി ബാച്ചിൻ്റെ ആക്സസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ബോത്ത് CBSE ആൻഡ് സ്റ്റേറ്റ് കുട്ടികൾക്ക് വേണ്ടിയുള്ള അഡ്മിഷൻസ് ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 20 മുന്നേ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ EduFest ഓഫർ പ്രകാരം നിങ്ങൾക്ക് കോഴ്സ് ഫീയുടെ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് XNJ10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് അവൈൽ ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. +2 ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മെഡിക്കൽ കരിയർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാച്ചിലൂടെ അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ്.